ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റവ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു റവ സ്വീറ്റ് എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒട്ടും തന്നെ കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. കരിയാത്ത രീതിക്ക് വേണമെന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു മണം വന്ന് തുടങ്ങും. ഈ ഒരു സമയം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മണൽ തൊടുന്ന പോലെ ഇരിക്കും. ആ ഒരു പരുവം വരേക്കും ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. ഞാൻ 1 കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളവും ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റവയൊക്കൊന്ന് സോഫ്റ്റായി നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാങ്ങയുടെ പേസ്റ്റ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മാങ്ങയും റവയും നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടും. ഈ ഒരു പരുവത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മാങ്ങയുടെ മധുരത്തിനും പുളിപ്പിനും അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി റവയുമായിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടിക്കോളും. ഇപ്പൊ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി റവയുമായിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് റവയൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പൊ റവയൊക്കെ ഒന്ന് തണുത്ത് നമുക്ക് കൈ കൊണ്ടൊന്ന് തൊടാൻ പറ്റുന്ന ഒരു ചൂടിലായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് കുറേശ്ശെയായിട്ട് റവ എടുത്ത് കയ്യിലൊന്ന് ഉരുളയാക്കി എടുക്കാം. നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് ഉരുളയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ റവയും ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ പാനിലേക്ക് തന്നെ നമുക്ക് 1-2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. നമ്മളിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും പുറം ഭാഗം നമുക്കൊന്ന് കുറച്ചൊന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ കഴിക്കാനായിട്ട് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള റവ വെച്ചിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. റവയും മാങ്ങയും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.